ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്വയം കുഴി കുഴിക്കുകയാണ്. എല്ലാ തരത്തിലും തകർന്നടിഞ്ഞിരിക്കുന്ന കെജ്രിവാളും സംഘവും കോൺഗ്രസിനെ പഴിചാരി രക്ഷപ്പെടാൻ എന്ത് ശ്രമം എന്നാലോചിക്കുകയാണ്. ഒന്ന് നോക്കൂ, ഗുജറാത്തിലും ഗോവയിലും ആം ആദ്മിയുടെ നെറികേടിൻ്റെ രാഷ്ട്രീയം ഏറെ അനുഭവിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി 14% വോട്ടും 5 സീറ്റും നേടിയിട്ട് എന്ത് നേടി? കോൺഗ്രസിനെ മുഖ്യ പ്രതിപക്ഷമാക്കാതിരിക്കാൻ വേണ്ടിയുള്ള നാണം കെട്ട കളിയാണ് അവിടെ നടത്തിയത്. ഒടുവിൽ അതിലുള്ള MLA മാർ വരെ BJPയിലേക്ക് ചാടി. അതാണ് ആം ആദ്മിയുടെ ലക്ഷ്യവും. ആം ആദ്മിയിൽ നിന്നും നേരത്തെ തന്നെ കൈലാഷ് ഗെലോട്ട് അടക്കമുള്ളവർ നിരവധി പേർ BJPയിലേക്ക് അംഗത്വമെടുത്ത് ഒരു കൂസലുമില്ലാതെ പോകുമ്പോഴും കെജ്രിവാളിന് മൗനമാണ്. ഇപ്പോൾ പറയുന്നു കോൺഗ്രസ്സിലെ പലരും BJPക്കാരിൽ നിന്ന് കാശ് വാങ്ങി കളിക്കുകയാണ് എന്നാണ്. എന്തൊരു വിരോധാഭാസമാണല്ലേ! കെജ്രിവാളിനറിയാം ഈ ഇലക്ഷനിൽ തോക്കാൻ പോവുകയാണ്. അത് കൃത്യമായും അദ്ദേഹം തന്നെ തോണ്ടിയ കുഴിയാണ്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് തിഹാർ ജയിലിൽ കഴിഞ്ഞ കെജ്രിവാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ വരവേറ്റ ജനങ്ങൾ വലിയ തോതിൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി തുടരും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇരുന്നത്. എന്നാൽ അതിശി മർലേനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ സ്വാതി മാലിവാൾ അടക്കമുള്ള ആം ആദ്മിയുടെ MP മാർ ശക്തമായി വിയോജിപ്പുമായി രംഗത്തെത്തുകയായിരുന്നു. കെജ്രിവാൾ ചെയ്തത് ശുദ്ധ അസംബന്ധമാണെന്നും ഇതിനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല എന്നും ഉറപ്പിച്ച് തന്നെ പറയുകയും ചെയ്തു. വാസ്തവത്തിൽ എന്താണ് കെജ്രിവാളിന് പറ്റിയ തെറ്റ്? കൂടെയുള്ളവരെ അന്ധമായി വിശ്വസിച്ച് അവരുടെ കയ്യിൽ എല്ലാം വെച്ചുകൊടുത്ത് മാറി നിന്ന് കളി കാണാൻ ശ്രമിച്ചതാണോ കെജ്രിവാളിന് പറ്റിയ തെറ്റ്? മനീഷ് സിസോദിയെ പോലുള്ള അഴിമതിക്കാരെ കണ്ണടച്ച് വിശ്വസിച്ചു. അതിശി മർലേനെ പോലെ ഒരു രീതിയിലും കഴിവില്ലാത്തവർക്ക് ഭരണമേൽപ്പിച്ചു. വാസ്തവത്തിൽ കെജ്രിവാളിന് മണ്ടത്തരങ്ങൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ദേശീയ പാർട്ടിയായി പെട്ടെന്ന് അംഗീകാരം ലഭിച്ചു. എന്നാൽ കെജ്രിവാളിൻ്റെ ഗ്രാഫ് താപ്പോട്ടാണ്. ഇനി അതൊരിക്കലും തിരികെ വരില്ല എന്നും ഉറച്ചു പറയാൻ കഴിയും. പഞ്ചാബ് വളരെ വൈകാതെ കൈവിട്ടു പോകും. അതിനുള്ള എല്ലാ കളികളും നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് പഞ്ചാബിൽ കോൺഗ്രസിനോടൊപ്പം കൈകോർക്കാൻ ശിരോമണി അകാലിദൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ശിരോമണി അകാലിദൾ കൃത്യമായി പറഞ്ഞു, BJPയുമായി സഖ്യം ചേർന്നതിൻ്റെ തിക്തഫലം ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന്. പഞ്ചാബിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും അമൃത്സർ കോർപ്പറേഷനിൽ കോൺഗ്രസ് നേടിയ മിന്നുന്ന വിജയം ഇതിൻ്റെ സൂചനയാണ്. ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് കോൺഗ്രസ് പറയും. BJPയുടെ B ടീമായ ആം ആദ്മിയെ എല്ലായിടത്തും പരാജയപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതിന് ഞങ്ങൾ വർഗീയതയെ കൂട്ടുപിടിക്കും എന്ന നിങ്ങളുടെ കല്ലുവെച്ച നുണ ഇനിയും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് ഡൽഹിയുടെ PCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. നേതാക്കളായിട്ടുള്ള അജയ് മാക്കാനും അൽക്ക ലാംബയും ഉറപ്പിച്ച് പറയുന്നു, കെജ്രിവാൾ വലിയൊരു തെറ്റിൻ്റെ ഭാഗത്തേക്ക് ചലിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി കഴിഞ്ഞു. ഇനി തിരുത്താൻ കഴിയില്ല.